അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു നോൺ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു. ഇന്നത്തെ വെജിറ്റേറിയൻ ഐറ്റം ആയിരുന്നു ആദ്യത്തേത്. അപ്പോൾ ഇനി ഒരു ചിക്കൻ ആകാം അല്ലേ. അപ്പോൾ ചിക്കൻ കൊണ്ടുള്ളൊരു വ്യത്യസ്തമായ വിഭവം. ചിക്കൻ കൊണ്ട് ഇനി എത്ര വിഭവങ്ങൾ തയ്യാറാക്കി കിട്ടിയാലും എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. ഇതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്വാദുള്ളൊരു വിഭവം. ഇതിൻ്റെ പേര് തന്നെ നല്ല രസമാണ്, കൊത്തു ചിക്കൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കൊത്തു ചിക്കൻ തയ്യാറാക്കുന്നത്? അപ്പോൾ അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊത്തു ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ചിക്കൻ ഒരിടത്തരം 25 കഷ്ണങ്ങളായി മുറിച്ചത്. പിരിയൻ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, സാദാ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി അരച്ചത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 1/2 കപ്പ്. ഇനി വഴറ്റാൻ വേണ്ട മറ്റു ചേരുവകൾ: എണ്ണ 4 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4 എണ്ണം 2ആയി പിളർന്നത്, സവാള 4 വലുത് നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, ടൊമാറ്റോ 4 ഇടത്തരം നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, കറിവേപ്പില 2 തണ്ട്, മല്ലിയില ആവശ്യത്തിന്. അപ്പോൾ ആദ്യമേ തന്നെ കൊത്തു ചിക്കൻ തയ്യാറാക്കുന്നതിന് ഒരു പ്രധാന കാര്യം, ചിക്കൻ പ്രത്യേകം വേവിച്ചെടുക്കണം. അത് വേവിക്കുന്നതിന് കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി ചേർത്തൊന്ന് വേവിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പ്രോസസ്സ്. അപ്പോൾ ആദ്യം ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ചിക്കൻ ഏത് സൈസിലെ പീസായിട്ട് വേണമെങ്കിലും മുറിക്കാം. 20, 15, 25 എങ്ങനെ വേണം. ഞാനിപ്പോൾ ഒരു 25 പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഒരു 1.5 കിലോയുടെ കോഴി, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ്, 1.5 എന്ന് പറയുമ്പോൾ 1.6 വരെ ആകാം, തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത്. ചിക്കൻ്റെ കൂടെ നമ്മൾ 2 തരം മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു വലിയ സ്പൂൺ 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി ആദ്യം. അത് നല്ല നിറം തരും, ഒരുപാട് എരിവും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് എരിവ് കിട്ടാനായിട്ട് ഒരു വലിയ സ്പൂൺ സാധാരണ മുളക് പൊടി, സാധാ ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണാണ് നമ്മൾ മുളക് പൊടി ചേർത്തിരിക്കുന്നത്. പക്ഷേ ഒരെണ്ണം പിരിയനാണ്, അതുകൊണ്ട് അത്രയില്ല. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെന്താ, ഇനി 1 ടേബിൾ സ്പൂൺ വ്യത്യസ്തമായൊരു കാര്യമാണ്, എല്ലാ ഗരം മസാലപ്പൊടി ഐറ്റംസും ചേർക്കുന്നില്ല, പെരിഞ്ജീരകം മാത്രം. പെരിഞ്ജീരകം പൊടിച്ചത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പിന്നെ മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, വലിയ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. എല്ലാ കാര്യങ്ങളും കൂടുതലാണ് ചേർക്കുന്നതെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ. അത്ര കൂടുതലാണെന്ന് തോന്നിയാലും കുഴപ്പമില്ല, ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഇനി നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചത്, അതുപോലെ വെളുത്തുള്ളി അരച്ചത്, രണ്ടും ഓരോ ടേബിൾ സ്പൂൺ. അത് സാധാരണയിൽ നിന്നും കുറവാണ്. സാധാരണ ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇതിൽ ഞാൻ ഓരോ ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ചിക്കൻ്റെ പീസസിൽ പിടിക്കാൻ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കും. ഇനി എന്താണ്, ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി ചേർന്ന് ഒന്ന് യോജിക്കട്ടെ. അതിനൊരു കാര്യം കൂടി ചെയ്യാം, ഇച്ചിരി വെള്ളവും കൂടി ചേർക്കാം. ഏതാണ്ട് ഒരു കപ്പോ വെള്ളം ആദ്യം ചേർക്കാം. ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. എന്തായാലും ചിക്കൻ വേകാൻ ആവശ്യമായ വെള്ളം, വെന്താൽ മാത്രം പോരാ, നമുക്ക് കുറച്ച് ചാറ് ബാക്കിയും വേണം. അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത്. 1 മുതൽ 1.5 കപ്പ് വെള്ളം വരെ ആകാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയി. എന്തായാലും ചിക്കൻ്റെ പീസസൊക്കെ നന്നായിട്ട് വെന്ത് നമുക്ക് കുറുകിയ ഒരു ചാറ് ബാക്കി ഉണ്ടാവണം. ഇനി പാത്രം ഒന്ന് അടച്ചിട്ട് വേവിക്കാം. അങ്ങനെ നമ്മളുടെ ചിക്കൻ്റെ പീസസൊക്കെ ഏകദേശം വെന്തെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നല്ലൊരു മണം. അപ്പോൾ പാത്രം അടച്ചിട്ടിട്ട് വേവിച്ചു. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു തുള്ളി എണ്ണ പോലും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതെന്താണ് സംഭവം? ചിക്കനിൽ നിന്നിറങ്ങിയ എണ്ണയാണ്. അപ്പോൾ ശരിക്കും ചിക്കനിൽ എന്തായാലും ഇച്ചിരി ഫാറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഫാറ്റാണ് ഇതിൽ എണ്ണയായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഇനി എന്താ വേണ്ട, കുറച്ച് ചാറൊക്കെ ആയിക്കഴിഞ്ഞു. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തു, പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ചിക്കൻ കറിയായി മാറിക്കഴിഞ്ഞു. നല്ല മണമുള്ളൊരു ചിക്കൻ കറി. ഇനി എന്താ വേണ്ടേ, കൊത്തു ചിക്കൻ ആക്കണ്ടേ? കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്നും ഈ ചിക്കൻ്റെ പീസസ് നമ്മൾ ഒരു കണ്ണാപ്പ കൊണ്ടെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് വയ്ക്കുന്നു. അപ്പോൾ ഈ ഗ്രേവിയിൽ നിന്നും ചിക്കൻ്റെ പീസസായിട്ട് മാത്രമായിട്ട് ഇങ്ങനെ മാറ്റുകയാണ് ചാറിൽ നിന്നും. ചാറ് നല്ല മണവും രുചിയുമുള്ള ചാറാണ്. ആ ചാറിൽ കിടന്നാണ് നമ്മുടെ ചിക്കൻ വെന്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക്, അതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയ ചാറുമാണ്.
അത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ചാറ് നമ്മൾ റിസർവിൽ വയ്ക്കുകയാണ്. ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആഹാ, നല്ല മണമുള്ള ചിക്കൻ കറിയുടെ ആ ഒരു ചാറാണിത്. അപ്പോൾ ചിക്കൻ്റെ പീസസ് എല്ലാം ആ ചാറിൽ കടന്ന് വെന്തതാണ്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അല്പം തണുക്കാനായിട്ട്. എന്നിട്ട് ഈ അടുപ്പിൽ നിന്ന് ഇതിൻ്റെ ഈ ഗ്രേവി അഥവാ ഈ കുറുകിയ നല്ല സ്വാദുള്ള ചാറയ്ക്ക് ഏകദേശം ഒരു 2 കപ്പോളം വരണം ഇത്. അതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതേ അടുപ്പിൽ തന്നെ മറ്റൊരു പാത്രം വയ്ക്കുകയാണ്. അപ്പോൾ സെയിം അടുപ്പിൽ, അതേ അടുപ്പിൽ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടില്ല, മറ്റൊരു പാത്രം വെച്ചു. ഇനി ഇതിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായി തുടങ്ങി. 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. സവാള, 4 വലിയ സവാള, ഹാഫ് സ്ലൈസസ് അല്ലെങ്കിൽ സ്ലൈസസ്, അതായത് നീളത്തിന് അരിഞ്ഞാലും മതി, പകുതി സ്ലൈസിൻ്റെ ഷേപ്പിലായാലും മതി, എങ്ങനെയാണെങ്കിലും. 4 സവാളയും അതിനോടൊപ്പം 4 പച്ചമുളക്, 2-3 കറിവേപ്പിലയുടെ തണ്ടും ആദ്യമേ വേണമെങ്കിൽ ചേർക്കാം. ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചേർക്കാം. എന്തായാലും വഴറ്റി ഇതിനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി മാറ്റണം. അപ്പോൾ സ്വർണ്ണ നിറമാകണം. സവാള നന്നായിട്ട് മൂത്ത് വരണം. സവാള വഴറ്റാനായിട്ട് ഞാൻ ഇട്ടു. ഇനി ചിക്കൻ്റെ ചൂട് മാറിക്കഴിഞ്ഞിട്ട് കഷ്ണങ്ങൾ പിച്ചിയെടുക്കാം. ചിക്കൻ്റെ പീസസ് നമുക്കൊന്ന് ചെറുതായിട്ട് കഷ്ണങ്ങൾ ഇങ്ങനെ എല്ലിൽ നിന്നും വിട്ടു വരുന്ന രീതിയിൽ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഫാറ്റിൻ്റെ പീസസ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുക, വേണ്ട, അല്ലാത്ത പീസസ് എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മളെല്ലാ പീസസും ഒന്ന് ഡീബോൺ ചെയ്ത് എടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം പാകത്തിന് മൂത്ത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നു. ഇപ്പം സവാള മൂക്കുന്ന ഒരു മണം. അപ്പോൾ ഇത് പാകത്തിനായി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടേ? ഇനി നമ്മൾ എല്ലിൽ നിന്നും മാറ്റിയ ചിക്കൻ്റെ പീസസ്, കഷ്ണങ്ങൾ, അതിലേക്ക് ചേർക്കുന്നു. അപ്പോൾ ഇത് നല്ല ഗ്രേവിയിൽ കടന്ന് വെന്തതാണ്. ഇതിലാവശ്യമുള്ള കാര്യങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പിന്നെന്താ പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ. ഇത്രയും കാര്യങ്ങൾ ചേർത്താണ് നമ്മൾ വേവിച്ചത് ചിക്കൻ്റെ പീസസ്. അപ്പോൾ ഇതെല്ലാം ആയി. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് സമയമായി. നമ്മുടെ ചിക്കൻ്റെ പീസസ് ചെറുതായിട്ട് കളറ് മാറി ഒരു മൂത്ത മണമൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ഒരുപാട് മൂപ്പിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഇതിനോടൊപ്പം കിടന്ന ഒരു ചെറിയൊരു മൂക്ക്. ഇനി നമ്മളൊരു 3 വലിയ ടൊമാറ്റോ അല്ലെങ്കിൽ 4 ഇടത്തരം ടൊമാറ്റോ, അതും നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ഒന്ന് വാടട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. ഇപ്പോൾ ടൊമാറ്റോയുടെ പീസുമൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ ഒന്ന് യോജിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒരു കുഴഞ്ഞ പാകമായി കിട്ടും. നല്ല രുചിയുള്ള ചാറാണ്. അതും കൂടി ഈ ചിക്കൻ്റെ കൂടെ ചേർന്ന് ഒരു കുഴമ്പ് പാകമായി കഴിഞ്ഞു. വീണ്ടും ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇതിലിട്ട് തിളപ്പിക്കും. അങ്ങനെ വീണ്ടും ഒരു 5 മിനിറ്റ് നന്നായി തിളച്ചു. ചിക്കൻ അതിൻ്റെ ഗ്രേവിയോടുകൂടി ഇപ്പം നല്ല കുഴമ്പ് പാകമായി കഴിഞ്ഞു. പിന്നെ പുരണ്ടിരിക്കുന്ന ഒരു പാകം. എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വരുന്നു. ഇനി എന്താ വേണ്ടത്? ഇനി കുറച്ച് മല്ലിയില ഇടാം. ധാരാളം മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ലൊരു കോൺട്രാസ്റ്റാണ്, ഓറഞ്ച് വിത്ത് ഗ്രീൻ. അങ്ങനെ നമ്മുടെ കൊത്ത് ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഉപ്പെല്ലാം പാകത്തിനുണ്ട്, ഒരു കുഴപ്പമില്ല. ഇനി തീ ഓഫ് ചെയ്യാം, എന്നിട്ട് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം.
ഈ അളവിൽ നിന്നും ഒരു സാധാരണഗതിയിൽ ഒരു 8 പേർക്ക് വരെ കഴിക്കാം. ചെറിയ 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 പോർഷൻസ്. നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു 6 പേർക്ക്, കുറച്ച് 1-2 ഐറ്റംസ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒരു 10 പേർക്ക് വരെ കഴിക്കാം. എന്തായാലും ഒരു ഫുൾ കോഴിയാണിത്. ഇത് എന്തായാലും മോശമില്ലാത്തൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഏകദേശം 6 മുതൽ 10 പേർക്ക് വരെ കഴിക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും മനസ്സിലായല്ലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമാണ്, പക്ഷേ വളരെ വ്യത്യസ്തമായതാണ് ഈ ഒരു കൊത്തു ചിക്കൻ. പക്ഷേ ഇത് വളരെ സ്വാദാണ്. ഇത് എന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം? ചോറ്, ചപ്പാത്തി, പൊറോട്ടാസ്, പിന്നെന്താ ദോശ, ബ്രെഡ്, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. എപ്പിസോഡ് കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് ഒരു ടൊമാറ്റോ മസാല റൈസ് ആയിരുന്നു. എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. രണ്ടാമത് കാണിച്ചതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ വളരെ നാടനായിട്ടുള്ള എന്നാൽ വ്യത്യസ്തമായ ഒരു കൊത്തു ചിക്കനാണ്. അപ്പോൾ 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആവിലൂടെ കാണാം.